കഴിഞ്ഞ ദിവസം നടന്ന അർജന്റീന വേഴ്സസ് ബ്രസീൽ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ഒരു അവസരം പോലും ബ്രസീലിന് നൽകാതെയാണ് അർജന്റീന ബ്രസീലിനെ 4-1 പരാജയപ്പെടുത്തിയത്. ഈ മത്സരശേഷം നിരവധി വിമർശനങ്ങളാണ് ബ്രസീൽ നാഷണൽ ടീമിനെതിരെ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ബ്രസീലിൻ്റെ മുൻകാല താരവും 1986 ഘട്ടങ്ങളിൽ ബ്രസീലിൻ്റെ മുൻനിര താരവുമായ നെറ്റോ എന്ന താരം കഴിഞ്ഞ ദിവസം സ്പോർട്സ് ടിവിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ഈ തോൽവിയെക്കുറിച്ച് ഒരു ലേഖകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇത് ബ്രസീൽ നാഷണൽ ടീമോ അർജന്റീനയോ തമ്മിലുള്ള വിഷയമല്ല. ഇത് 4-1 അർജന്റീന വിജയിച്ചതിനെയോ അല്ലെങ്കിൽ 1-4 ബ്രസീൽ തോറ്റതിനെക്കുറിച്ചോ അല്ല എനിക്ക് സംസാരിക്കാൻ താല്പര്യം. ഇത് ഒരു നാഷണൽ ടീമും ഒരു ചാമ്പ്യൻസ് ലീഗ് ആഗ്രഹിക്കുന്ന ടീമിലെ താരങ്ങളും തമ്മിലുള്ള മത്സരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അർജന്റീന നാഷണൽ ടീമിലെ താരങ്ങളോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് വേണോ അതോ കോപ്പ അമേരിക്ക വേണോ എന്ന്. അവർ ഒറ്റയടിക്ക് ഉത്തരം പറയും, ഞങ്ങൾക്ക് കോപ്പ അമേരിക്ക മതി. അവരോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾക്ക് നാഷണൽ ടീമിൽ കളിച്ച് മതിയായോ, ക്ലബ്ബ് ഫുട്ബോളാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അവർ ചിലപ്പോൾ ഒടിഞ്ഞ കാലുകളോ ഒടിഞ്ഞ കൈകളുമായി അവർ നാഷണൽ ടീമിലേക്ക് എത്തും. അതാണ് ഇപ്പോഴത്തെ അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള വ്യത്യാസം. അവർ നാഷണൽ ടീമിന് വേണ്ടി മരിച്ചു കളിക്കുന്നു. ഇവിടെ ഒരു ടീമിലെ താരങ്ങൾ ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി മരിച്ചു കളിക്കുന്നു. ഇതാണ് ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള വ്യത്യാസമായി എനിക്ക് തോന്നുന്നത്. അർജന്റീന നാഷണൽ ടീമിലെ താരങ്ങൾ തങ്ങളുടെ നാഷണൽ ടീമിനെ സ്നേഹിക്കുന്നത് പോലെ ഇപ്പോൾ മറ്റൊരു താരങ്ങളും സ്നേഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഓരോ അർജന്റീന താരങ്ങൾക്കും ഇപ്പോഴത്തെ അർജന്റീന നാഷണൽ ടീം.